നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂലൈ മാസം 17-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുമായി ഈ വർഷത്തെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് പുറത്തിറക്കി. 30 കോടി രൂപയാണ് ഇത്തവണത്തെ ഒന്നാം സമ്മാനം. കഴിഞ്ഞ വർഷം വരെ 25 കോടി രൂപയായിരുന്നു ഓണം ബമ്പറിൻ്റെ ഒന്നാം സമ്മാനമായിട്ട് നൽകിയിരുന്നത്. വരും തിങ്കളാഴ്ച മുതൽ ടിക്കറ്റുകളുടെ വിൽപ്പന ആരംഭിക്കും. സെപ്റ്റംബർ 26-ന് തിരുവനന്തപുരത്ത് വെച്ചാണ് ഭാഗ്യശാലികളെ കണ്ടെത്താനുള്ള നറുക്കെടുപ്പ് നടക്കുക. ടിക്കറ്റ് വിലയിൽ ഇത്തവണ മാറ്റമില്ലാതെ 500 രൂപയായി തന്നെ തുടരും. അടിസ്ഥാന ടിക്കറ്റ് നിരക്കായിട്ടുള്ള 357 രൂപ 14 പൈസയും 40% GSTയും ഉൾപ്പെടെയാണ് ഈ തുക നിശ്ചയിച്ചിരിക്കുന്നത്. ഇത്തവണ TA, TB, TC, TD, TE, TG, TH, TJ, TK, TL എന്നിങ്ങനെ 10 സീരീസുകളിലായാണ് ടിക്കറ്റുകൾ പുറത്തിറക്കുന്നത്. ഒന്നാം സമ്മാനത്തിന് പുറമെ വലിയ ഇതര സമ്മാനങ്ങളും ഇത്തവണ കാത്തിരിക്കുന്നുണ്ട്. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്കും, മൂന്നാം സമ്മാനമായിട്ട് 25 ലക്ഷം രൂപ വീതം 20 പേർക്കും ലഭിക്കും. പ്രാഥമിക ഘട്ടത്തിൽ 90 ലക്ഷം ടിക്കറ്റുകൾ ഏജന്റുമാർക്ക് നൽകാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും പൊതുജനങ്ങളുടെ ആവശ്യകതയൊക്കെ തന്നെ അനുസരിച്ച് കൂടുതൽ ടിക്കറ്റുകൾ അച്ചടിക്കുമെന്നും ഭാഗ്യക്കുറി വകുപ്പ് അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേന്ദ്ര സർക്കാരിൻ്റെ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത് ഫാർമേഴ്സ് ID കാർഡുകളൊക്കെ തന്നെ എടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മുൻപും പലതവണ അപ്ഡേറ്റിലൂടെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ അപേക്ഷ സമർപ്പിച്ച ഉടൻ തന്നെ ഈ ID കാർഡ് ലഭിക്കുകയില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. നമ്മൾ ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ അത് വില്ലേജ് അടിസ്ഥാനത്തിലും കൃഷിഭവൻ പരിധിയിലുമൊക്കെ തന്നെ കൃത്യമായി പരിശോധിച്ച് ഉദ്യോഗസ്ഥരുടെ വെരിഫിക്കേഷനൊക്കെ തന്നെ പൂർത്തിയായതിനു ശേഷം മാത്രമേ ഈ ഒരു ഫാർമേഴ്സ് ID ജനറേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ഭാവിയിൽ കർഷകർക്ക് ലഭിക്കേണ്ട എല്ലാത്തരം കാർഷിക ആനുകൂല്യങ്ങൾക്കും ഈ ID കാർഡ് ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമായി തന്നെ മാറും. കാർഷിക വായ്പകൾ, വിവിധ സർക്കാർ സബ്സിഡികൾ, PM കിസാൻ സമ്മാൻ നിധി പോലെയുള്ള ധനസഹായങ്ങൾ, കൂടാതെ കാർഷിക അനുബന്ധ മേഖലകളിലേക്ക് തന്നെ മറ്റെല്ലാ പദ്ധതികൾക്കും ഈ ഫാർമേഴ്സ് ID നിർബന്ധമാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ള എല്ലാ കർഷകരും ഭാവിയിലെ ആനുകൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ ഒട്ടും വൈകാതെ തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ രജിസ്ട്രേഷൻ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കുന്നതിനായിട്ട് കർഷകർ തങ്ങളുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കരമടച്ച രസീത്, ആധാർ കാർഡ്, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ കയ്യിൽ കരുതേണ്ടതുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെൻ്ററുകളിലോ, അതായത് CSC സെൻ്ററുകൾ വഴിയോ ഈ രേഖകളുമായി എത്തിച്ചേർന്നുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ഫാർമേഴ്സ് ID രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് നിലവിലുള്ള കടുത്ത വൈദ്യുതി പ്രതിസന്ധി എപ്പോൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഇപ്പോൾ പറയാറായിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും ഇതിനെ തുടർന്ന് വൈദ്യുതി ഉപയോഗത്തിലുണ്ടായ വൻ വർധനവുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. നിലവിൽ ജലസംഭരണികളിലെ ജലനിരപ്പ് 28% കുറഞ്ഞിരിക്കുകയാണ്. പ്രതിസന്ധി മറികടക്കാനായിട്ട് ഹ്രസ്വകാല കരാറുകളിലൂടെ കൂടുതൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുകയാണെന്നും ഇതിനായിട്ട് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുമതി തേടിയിട്ടുണ്ടെന്നും വ്യക്തമാക്കിയ മന്ത്രി കേന്ദ്രവിധമായി ലഭിക്കുന്ന വൈദ്യുതിയുടെ അളവിലും കുറവുണ്ടായതായിട്ടും ചൂണ്ടിക്കാട്ടി. ജനങ്ങളോട് വൈദ്യുതി ഉപയോഗം സ്വയം നിയന്ത്രിക്കാൻ അഭ്യർത്ഥിക്കണമെന്ന് മുൻ മന്ത്രി AK ബാലൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇപ്പോഴത്തെ സാഹചര്യം ഭരണപരാജയമാണെന്ന ആരോപണം ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുൻപ് ഇടതു സർക്കാരിൻ്റെ കാലത്തും ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടെന്നും മുൻപ് കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരിച്ചു നൽകേണ്ട ബാധ്യത ഇപ്പോഴുണ്ടെന്നും വ്യക്തമാക്കിയ മന്ത്രി ഭാവിയിൽ ബാറ്ററി സ്റ്റോറേജ് സംവിധാനം വർദ്ധിപ്പിക്കുമെന്നും അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് പവർ കട്ടും അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങും തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലും ഒന്നിലധികം തവണ വൈദ്യുതി തടസ്സപ്പെട്ടിരുന്നു. നിലവിലെ അടിയന്തര സാഹചര്യത്തിൽ ചെറിയ തോതിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയില്ലെന്നും ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ KSEB സാധ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ ഏറെ ശ്രദ്ധിക്കേണ്ട ബയോമെട്രിക് മസ്റ്ററിംഗ് പ്രക്രിയയ്ക്ക് ഇന്ന്, അതായത് ജൂലൈ 17 മുതൽ തുടക്കമാവുകയാണ്. നിലവിൽ പ്രതിമാസം പെൻഷൻ കൈപ്പറ്റുന്ന മുഴുവൻ ആളുകളും തങ്ങളുടെ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് ഈ ഒരു വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമായിട്ടും പൂർത്തിയാക്കേണ്ടതുണ്ട്. 2025 ഡിസംബർ 31 വരെയുള്ള
കാലയളവിൽ പെൻഷൻ അനുവദിക്കപ്പെടുകയും നിലവിൽ അത് വാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ ഒരു വാർഷിക മസ്റ്ററിംഗ് പ്രക്രിയയുടെ ഭാഗമാകണം. എന്നാൽ 2025 ഡിസംബർ 31 ശേഷം പുതുതായിട്ട് അപേക്ഷ സമർപ്പിച്ച് ഈ വർഷം അപ്രൂവൽ ലഭിച്ചവർക്ക് തൽക്കാലം ഈ ഘട്ടത്തിൽ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. മുൻ വർഷങ്ങളിൽ മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയവരും ഈ വർഷം ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട്. കാരണം പെൻഷൻ അർഹരായവർക്ക് തന്നെയാണ് ലഭിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ എല്ലാ വർഷവും നടത്തുന്ന ഒരു സുപ്രധാന പരിശോധനയാണ് വാർഷിക മസ്റ്ററിംഗ്. കൃത്യമായ സമയത്ത് മസ്റ്ററിംഗ് ചെയ്യാത്തവരെ അനർഹരായിട്ട് കണക്കാക്കി പെൻഷൻ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ നിന്നും സർക്കാർ നീക്കം ചെയ്യുന്നതാണ്. അതിനാൽ ഈ ഒരു കാര്യം ആരും നിസ്സാരമായിട്ട് കാണരുത്. ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ ആധാർ കാർഡുമായി തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിക്കൊണ്ട് മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കാവുന്നതാണ്. ഇനി വാർദ്ധക്യ സഹജമായിട്ടുള്ള അവശതകൾ ഉള്ളവർക്കോ കിടപ്പ് രോഗികൾക്കോ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ടതില്ല. അങ്ങനെയുള്ളവർ നിങ്ങളുടെ വിലാസവും ഫോൺ നമ്പറും ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങളൊക്കെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലോ ബന്ധപ്പെട്ട വാർഡ് മെമ്പറെയോ അറിയിച്ചാൽ മാത്രം മതിയാകും. ആദ്യഘട്ട മസ്റ്ററിംഗ് പൂർത്തിയായ ശേഷം ഉദ്യോഗസ്ഥർ നേരിട്ട് വീടുകളിലെത്തി പെൻഷൻ നിർണ്ണയിക്കുന്ന ഹോം മസ്റ്ററിംഗ് സംവിധാനം ഇതിനായിട്ട് സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ജൂലൈ 17 ഇന്ന് ആരംഭിക്കുന്ന ഈ മസ്റ്ററിംഗ് പ്രക്രിയയ്ക്ക് വരും മാസങ്ങളിൽ പെൻഷൻ തടസ്സപ്പെടാതിരിക്കാനായിട്ട് നിലവിൽ സെപ്റ്റംബർ മാസം 30 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ഏകദേശം 2 മാസത്തോളം മതിയായ സാവകാശം ഉള്ളതിനാൽ തന്നെ തിരക്ക് കൂട്ടാതെ കൃത്യസമയത്ത് തന്നെ എല്ലാവരും ഈ ഒരു ഉത്തരവാദിത്വം പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ അടുത്തയാഴ്ച മുതൽ ആരംഭിക്കും. ഈ മാസം 21 സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് നടക്കുമെന്നാണ് വിവരം. ഇതിന് പിന്നാലെ 23, 24, 25 തീയതികളിലായിട്ട് തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആദ്യഘട്ടത്തിൽ നേരിട്ടെത്തും. അതിനുശേഷമായിരിക്കും കൈകളിലേക്കുള്ള പെൻഷൻ വിതരണം ഉണ്ടാവുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് APL നീല വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് BPL പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി ഈ വരുന്ന ജൂലൈ മാസം 20 വരെ സർക്കാർ ദീർഘിപ്പിച്ചിരിക്കുകയാണ്. അർഹതയുണ്ടായിട്ടും പല കാരണങ്ങളാൽ ഇതുവരെയായിട്ടും അപേക്ഷിക്കാൻ സാധിക്കാതിരുന്ന സാധാരണക്കാർക്ക് തങ്ങളുടെ റേഷൻ കാർഡ് മാറ്റിയെടുക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നാൽ ഈ ആനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് മുൻപ് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള ചില കർശനമായിട്ടുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ അത് കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അപേക്ഷകരുടെയൊക്കെ തന്നെ വീടിൻ്റെ വിസ്തീർണം 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ആകാൻ പാടില്ലാത്തതും വീട്ടിൽ സ്വന്തമായിട്ട് 4 ചക്ര വാഹനങ്ങളോ എയർ കണ്ടീഷണർ പോലെയുള്ള ആഡംബര വസ്തുക്കളോ ഉണ്ടാകാൻ പാടില്ലാത്തതുമാണ്. കൂടാതെ പുരയിടം ഉൾപ്പെടെയുള്ള വസ്തുവകകൾ 1 ഏക്കറിൽ കൂടുതൽ ഉണ്ടാകരുത് എന്നതിനൊപ്പം തന്നെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ സർക്കാർ ജോലിയോ സർവീസ് പെൻഷനോ വിദേശ ജോലിയോ ഉണ്ടെങ്കിൽ അവർ ഈ ഒരു മുൻഗണനാ കാർഡിന് അപേക്ഷിക്കാനായിട്ട് അർഹരല്ല. അപ്പോൾ ഈ പറയുന്ന മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പോലും വിട്ടുവീഴ്ചയുള്ളവർ BPL കാർഡിനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് യോഗ്യരല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഈ യോഗ്യതകളെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിക്കുന്ന അർഹരായിട്ടുള്ള അപേക്ഷകർ തങ്ങളുടെ അപേക്ഷയോടൊപ്പം തന്നെ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന BPL സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ്, നിലവിലുള്ള റേഷൻ കാർഡിൻ്റെ പകർപ്പ്, അതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡിൻ്റെ പ്രത്യേക സാക്ഷ്യപത്രങ്ങൾ അത് ബാധകമെങ്കിൽ അതുകൂടി ചേർത്ത് എല്ലാം കൃത്യമായി സമർപ്പിക്കേണ്ടതാണ്. ഇതിനൊപ്പം തന്നെ അപേക്ഷയ്ക്ക് കൂടുതൽ മുൻഗണന അഥവാ വെയിറ്റേജ് ബോണസ് പോയിന്റുകളൊക്കെ ലഭ്യമാക്കുന്നതിനായിട്ട് സർക്കാർ പദ്ധതികളുടെ ഭാഗമായുള്ള മറ്റ് രേഖകൾ കൂടി ഉപയോഗിക്കാവുന്നതാണ്. അതായത് വിധവാ പെൻഷൻ കൈപ്പറ്റുന്നവരോ അല്ലെങ്കിൽ ആശ്രയ അഗതി തുടങ്ങിയ സ്കീമുകളിലൊക്കെ തന്നെ ഉൾപ്പെടുന്നവരോ അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് ലഭിച്ചവരോ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ കൂടി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അപേക്ഷയ്ക്ക് കൂടുതൽ പരിഗണന ലഭിക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും മുൻകൂട്ടി തയ്യാറാക്കി ഈ ജൂലൈ മാസം 20 തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിവിൽ സപ്ലൈസ് പോർട്ടൽ വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റം തുടരുന്നു. 2026 ജൂലൈ 16 വ്യാഴാഴ്ച ഇന്നലെ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 13,135 രൂപയിലും പവന് 200 രൂപ കുറഞ്ഞ് 1,05,080 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകർ മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.